ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇവിടെ ഇരിക്കുന്ന കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ അല്ലെ? അതെ, ഇന്നാണ് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാളായിട്ട് നമ്മുടെ സഭ ആഘോഷിക്കുന്നത്. പത്രോസ് സ്ലീഹ എന്ന യേശുക്രിസ്തുവിന്റെ അടുത്ത ശിഷ്യനെ പറ്റി നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് വിശ്വാസത്തിന്റെ പാറ എന്നറിയപ്പെടുന്ന ദൈവഭക്തനാണെന്നല്ലേ? അതെ, ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കാം. Now comes the most awaited moment, the heart and soul of this entire program. നമ്മുടെ ഇടവകയിലെ കലാകാരന്മാരും കലാകാരികളും അണിയിച്ചൊരുക്കുന്ന ദൃശ്യാവിഷ്കാരത്തിലേക്ക് നിങ്ങളേവരെയും, പ്രത്യേകം അതിനായി ഏറെ നാളത്തെ പരിശ്രമം ചെയ്തു വരുന്ന കലാകാരന്മാരെയും കലാകാരികളെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് നമുക്ക് അവരെ സ്വീകരിക്കാം. Let's warmly welcome the entire wonderful team for the beautiful performance. Thank you. അങ്ങ് എവിടെ പോകുന്നു? ഇതൊരു യാത്രയാണ്. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണെന്ന് എത്തിപ്പോയുവാൻ പിതാവ് തെരഞ്ഞെടുത്തവന്, നീ പാറയാണെന്ന് വിളിക്കാൻ മാത്രം പുത്രന്റെ മോട്ടിലെത്തിയവന്, അഭിഷേകത്തിന്റെ ആദ്യ സന്ദേശം ലോകത്തോട് പ്രഘോഷിക്കുവാൻ ആത്മാവിനാൽ നിറയപ്പെട്ടവന്റെ മനസ്സിലൂടെയുള്ള ഒരു യാത്ര, അയാളുടെ മാനസിക സംഘർഷത്തിലൂടെയുള്ള യാത്ര. ദൈവകൃപയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ആ തള്ളിപ്പറഞ്ഞതിന്റെ പഴയ മുള്ള് ഇനിയും അയാളിൽ മൃദുപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ രക്ഷകന്റെ സകല വഴിയിൽ നാവിനെ തള്ളിപ്പറഞ്ഞോടിയകരുവാൻ അയാളെ പ്രാപ്തനാക്കിയ ആ പഴയ പ്രലോഭകൻ സുവിശേഷ യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് അയാളെ അസ്വസ്ഥനാക്കുന്നു. വീണ്ടും ഇതാ ഒരു സഹനയാത്രയുടെ ഇടനാഴിയിൽ അയാൾ ആ തള്ളിപ്പറയലിന്റെ പ്രലോഭകരെ കണ്ടുമുട്ടുകയാണ്. എന്നാൽ ഇന്നയാൾ അങ്ങനെ തള്ളിപ്പറയുവാൻ മാത്രം ഭീരുവല്ല. പുറത്തുപ്പായം ദൂരെറിഞ്ഞ് ഓടാൻ മാത്രം ഭയവുമില്ല അയാൾക്ക്. എങ്കിലും സാത്താനെ ദൂരെ പോകും എന്ന ഗുരുമൊഴിയിൽ പ്രലോഭകരെ നേരിടാൻ അയാൾ ശക്തനുമല്ല. അതുകൊണ്ട് ഒരു സംഘർഷത്തിന്, മാനസിക സംഘർഷത്തിന് കളമൊരുങ്ങും. അയാളുടെ സംഘർഷഭരിത മനസ്സിന്റെ ഇടനാഴിയിലൂടെ നമുക്കും യാത്ര ചെയ്യാം. കോവാദീസ് ഡോമിനി. ചക്രവർത്തി നീണാൾ വാഴട്ടെ. റോമിന്റെ രത്നം മഹാനായ നീറോ ചക്രവർത്തി എഴുന്നള്ളുന്നേ. വിജയവീണയുടെ സംഗീതം പോലെ റോമിന്റെ സംരക്ഷണക്കോട്ട, വിജയഗംഭീരതയുടെ പ്രതീകം, ക്രിസ്ത്യാനികളുടെ അന്തകൻ സാക്ഷാൽ നീറോ ചക്രവർത്തി എഴുന്നള്ളുന്നേ. प्रणवालय पाहि
പാലയ പരമേശി കമലാലയ ശ്രീദേവി കുരിപ്പിൻസവേ കരുണാംബുരാസി മഹാനായ ചക്രവർത്തി നീറോ വിജയിച്ചാലും ചക്രവർത്തിയുടെ ദർബാറിൽ പതിവ് പോലെ സംഗീതവും തോഴിമാരുടെ നൃത്തവും കൊണ്ട് സഭ കുഴുക്കുമ്പോൾ മർമ്മപ്രധാനമായ ചില കാര്യങ്ങളൊക്കെ അങ്ങ് വിസ്മരിക്കുകയാണോ? മറന്നിട്ടില്ല മന്ത്രി. നീറോ ചക്രവർത്തിയുടെ ശൗര്യത്തിൽ നിന്ന് ഓടി ഒളിക്കാതെ വീണ്ടും വീണ്ടും ക്രിസ്ത്യാനികൾ കരുത്താർജിക്കുന്നു. കുരിശിൽ തറച്ചു കൊന്ന നസ്രായന്റെ അനുയായികൾ എന്ന് പറഞ്ഞ് രാജ്യത്തിനകത്ത് വിഘടന പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു. റോമ സാമ്രാജ്യത്തിൽ യേശുവിനെ പ്രഘോഷിച്ച് പൗലോസിന്റെ തല വെട്ടിയെടുത്തിട്ടും ഇവന്മാർക്ക് ഇത്ര ധൈര്യമോ? സർവ സൈന്യാധിപ, എന്റെ ഭരണവർഷത്തിൽ തന്നെ ഈ ക്രിസ്ത്യാനികളുടെ നാമം ഞാൻ പിഴുതു കളഞ്ഞിരിക്കും. നമ്മുടെ തടവറയിൽ കിടക്കുന്ന
ക്രിസ്ത്യാനികളുടെ തലവൻ എന്നറിയപ്പെടുന്ന ശിമയോൻ പത്രോസിന്റെ തല വെട്ടിയെടുത്ത് നഗരമധ്യത്തിൽ പ്രദർശിപ്പിച്ചാലേ നീറോ ചക്രവർത്തിയാണ് ഈ റോമ സാമ്രാജ്യത്തിന്റെ അധിപതി എന്ന് ഈ ക്രിസ്ത്യാനികൾക്ക് ബോധ്യം വരൂ. മഹാനായ ചക്രവർത്തി നീറോ പത്രോസിന്റെ തല വെട്ടിയെടുക്കുന്നതിനേക്കാൾ അങ്ങയുടെ കാൽ കീഴിലാക്കുന്നതാണ് റോമാ സാമ്രാജ്യത്തിന് നല്ലത്. ശിമയോൻ പത്രോസ് വെറുമൊരു മുക്കുവൻ. പൗലോസിന്റെ ശിരസ് അങ്ങ് വെട്ടിയെടുത്ത വാർത്ത ഇനിയും അവൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ അവന്റെ മനസ്സ് മാറി അങ്ങയെ ആരാധിച്ച. ചിന്തിച്ചു നോക്കൂ മഹാനായ നീറോ, ക്രിസ്ത്യാനികളുടെ തലവൻ എന്നറിയപ്പെടുന്നവൻ അങ്ങയുടെ മുൻപിൽ മുട്ടുമടക്കിയാൽ ബാക്കി എല്ലാ കീടങ്ങളും അങ്ങയുടെ മുൻപിൽ മുട്ടുകൾ മടക്കിക്കൊള്ളും. ഈ ഉപായം നമുക്ക് നന്നായി ബോധിച്ചിരിക്കുന്നു മഹാമന്ത്രി. സർവ സൈന്യാധിപ, തടവറയിൽ കിടക്കുന്ന പത്രോസിനെ ചെന്ന് കണ്ട് പൗലോസിന്റെ ശിരസ് നീറോയുടെ വാളിനാൽ വെട്ടിയെരിഞ്ഞെന്ന് അവനെ ചെന്ന് അറിയിക്ക്. നീറോ ചക്രവർത്തി എന്നാൽ ക്രൂരതയുടെ മുഖമുദ്രയാണെന്ന് നാളെ ഈ ലോകം പറയണം. നമ്മുടെ പേര് കേട്ടാൽ അയൽ രാജ്യങ്ങൾ പേടിച്ചൊളിക്കണം. നീറോ ചക്രവർത്തി എന്നാൽ റോമ സാമ്രാജ്യം എന്നാണ്. നാമാണ് റോം, റോം എന്നാൽ നാമാണ് നീറോ. പത്രോസ്, നീ പ്രാർത്ഥനയിലാണോ? നീ എപ്പോൾ അറിഞ്ഞില്ലേ പത്രോസ്? പൗലോസ് എന്ന് നിങ്ങൾ വിളിക്കുന്ന സാവൂളിന്റെ തല വെട്ടിയെടുക്കപ്പെട്ടത് അറിഞ്ഞില്ലേ? മഹാനായ നീറോ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം ഞാൻ പൗലോസിന്റെ ശിരസ് ആഞ്ഞു വെട്ടി. ആ കാഴ്ച നീ കാണേണ്ടത് തന്നെയായിരുന്നു പത്രോസ്. തീക്ഷണമതിയായ പൗലോസിന്റെ ശിരസ് മണ്ണിൽ കിടന്ന് ഉരുളുന്നത് നീ കാണണമായിരുന്നു. അവസാനം അവൻ പറഞ്ഞ വചനം അവൻ ജീവിച്ചു കാണിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? പീഡനമോ, പട്ടിണിയോ, ആപത്തോ, വാളോ എന്ന് പറഞ്ഞത്. അതെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പൗലോസിനെ ആർക്കും വേർപെടുത്താൻ കഴിയില്ല. നീറോയുടെ വാളിന് പോലും. നീ ധൈര്യം സംഭരിക്കാൻ പരിശ്രമിക്കും പത്രോസ്. മഹാനായ നീറോ ചക്രവർത്തിയുടെ അടുത്ത ഇര നീയല്ലേ? ഇത്രയും തീക്ഷണമതിയായ ശിമയോൻ പത്രോസിന്റെ ശിരസ് മണ്ണിൽ കിടന്ന് ഉരുളുന്നത് കാണാൻ ഞാൻ കൊതിച്ചിരിക്കുകയാണ്. ഈശോയുടെ നാമം ഉച്ചരിക്കുന്ന എല്ലാ ധിക്കാരികളെയും ഞാൻ വധിക്കും. സിംഹക്കൂട്ടിലും തിളച്ച എണ്ണയിലും കിടന്ന് കരയുന്ന നിന്റെ വിശ്വാസികളുടെ ശബ്ദം കേട്ട് നീ ഭയക്കരുത് പത്രോസ്. പത്രോസ്, പത്രോസ്, മാർക്കോസ്, പൗലോസിന്റെ പ്രിയ ശിഷ്യൻ, നീ എങ്ങനെ ഇവിടെ? നിന്നെ അവർ കണ്ടോ? ഇല്ല പത്രോസ്, വാതിൽ കാവൽക്കാരിൽ ഒരുവിന്റെ സഹായത്തോടു കൂടിയാണ് അങ്ങയെ കാണാൻ ഞാനിവിടെ എത്തിയത്. നീറോ ചക്രവർത്തിയുടെ വാളിനാൽ പൗലോസ് വധിക്കപ്പെട്ടു പത്രോസ്. മാർക്കോസ്, പൗലോസിന്റെ ശ്രേഷ്ഠ ശിഷ്യ, പൗലോസിന്റെ മരണത്തിൽ നീ തളരരുത്. പൗലോസ് നിനക്ക് പകർന്നു നൽകിയ വിശ്വാസം നീ കൈവടിയരുത്. ഇല്ല പത്രോസ്, എന്നെ ചേർത്ത് നിർത്തി വളർത്തിയ എന്റെ ഗുരു പൗലോസ് ലേഖകരുടെ വിശ്വാസം ഞാൻ ലോകം മുഴുവനും പ്രഘോഷിക്കും. വിജാതിയുടെ അടുത്തേക്ക് ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത് അയച്ചവൻ, ശിഷ്യന്മാർക്കിടയിലെ മഹാപണ്ഡിതൻ. പൗലോസിന്റെ വാക്ചോരതയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിയമജ്ഞർക്കോ ഫരിസേയർക്കോ കഴിയുമായിരുന്നില്ല. ക്രിസ്ത്യാനികൾക്കിടയിലെ ഏറ്റവും വലിയ തീക്ഷ്ണമതി അല്ലേ പത്രോസ്? എനിക്ക് ജീവിതം ക്രിസ്തുവും
മരണം നേട്ടവുമാണെന്ന് പറഞ്ഞവൻ. ഇതാ നീറോ ചക്രവർത്തിയുടെ മുൻപിൽ ധൈര്യത്തോടെ തന്റെ ശിരസ് നെറ്റിക്കൊടുത്തിരിക്കുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ച് പൗലോസ് നടത്തിയ 3 പ്രേക്ഷിത യാത്രകളിലൂടെ എത്ര പേർക്കാണ് ജ്ഞാനസ്നാനം നൽകിയത്? ക്രിസ്തു ശിഷ്യരിൽ ഏറ്റവും കൂടുതൽ ജ്ഞാനസ്നാനം നൽകിയതും ഈ മഹാനായ ശിഷ്യൻ തന്നെ. പൗലോസ് ലീഹായുടെ ശിഷ്യനായതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. അവൻ പകർന്നു നൽകിയ വിശ്വാസവും അവന്റെ രക്തസാക്ഷിത്വവും ഞാൻ ഈ ലോകത്തെ അറിയിക്കാൻ ഇതാ യാത്രയാകുന്നു. എനിക്ക് അനുമതി നൽകിയാലും പത്രോസ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് നിന്റെ തൂലികയെ തന്റെ വചനം ലോകമെങ്ങും അറിയിക്കാൻ ശക്തിപ്പെടുത്തട്ടെ. കർത്താവേ, നസ്രായനായ യേശുവേ, വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണമെന്ന് അരുൾ ചെയ്ത ഗുരുവേ, വലിയവനാകണമെന്ന് എന്റെ ഉള്ളിലുള്ള പ്രലോഭനത്തെ അതിജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. പൗലോസിന്റെ നന്മ കേൾക്കുമ്പോൾ എന്റെ ഉള്ളിൽ വളരുന്ന അസൂയയെ മറികടക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. പത്രോസ്, നിന്റെ ഉള്ളിലെ ദുഃഖത്തെ നീ കടിച്ചമർത്തുകയാണോ? നിന്റെ ഗുരുവായ യേശു പൗലോസിനെ നിന്നേക്കാളും ഉയർത്തിയതിൽ നിനക്കൊരു ദുഃഖവും തോന്നുന്നില്ലേ? ഇല്ല, എന്റെ ഗുരു എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. വെറും മുക്കുവനായിരുന്ന എന്നെ അവൻ സഭയുടെ പാറയായി, കേപ്പയായി അവരോധിച്ചില്ലേ. 3 പ്രാവശ്യം അവനെ ഞാൻ തള്ളി പറഞ്ഞിട്ടും എന്നെ മാറോട് ചേർത്തവനാണ് അവൻ. പത്രോസ്, നീ ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ. വിജാതീയരുടെ അപ്പസ്തോലൻ, അങ്ങനെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് ആരാണ് പത്രോസ്? അത് നീയല്ലല്ലോ, പൗലോസ് അല്ലേ? നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ നിന്നേക്കാൾ മികച്ച മറ്റൊരു ശിഷ്യനെ അവൻ തിരഞ്ഞെടുത്തത്. നിന്നേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ അവനിലൂടെ ചെയ്തത്, നിന്നേക്കാൾ ഒത്തിരി പേർക്ക് അവനിലൂടെ ജ്ഞാനസ്നാനം നൽകിയത്. എനിക്കിത് കേൾക്കണ്ട. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. സത്യത്തിന് കയ്പിന്റെ സ്വാദാണ് പത്രോസ്. നീ ഇത് അംഗീകരിച്ചേ മതിയാകൂ. നീയാണ് സഭയുടെ തലവനെന്ന് പറഞ്ഞ നിന്റെ ഗുരു. അതെ, നിന്റെ മാത്രം ഗുരു എന്ന് നീ വിശ്വസിച്ചവൻ കുരിശിൽ കിടന്നുകൊണ്ട് അവന്റെ അമ്മയെ ഭരമേൽപ്പിച്ചത് യോഹന്നാനെയല്ലേ? നിന്റെ ഗുരുവിന്റെ വത്സര ശിഷ്യനും അവനായിരുന്നില്ലേ? അത്യത്താഴ ദിനത്തിൽ നിന്റെ ഗുരുവിന്റെ വക്ഷസിൽ ചാരിക്കിടക്കാൻ ഭാഗ്യം കിട്ടിയതും അവനല്ലേ? ശിഷ്യന്മാർക്കിടയിലെ വെറും 7ാം കൂലിയായിരുന്നു നീ. കാരണം നിന്റെ ഗുരുവിന്റെ മുമ്പിൽ നീ വെറും ഒരു മുക്കുവൻ മാത്രം. ഇല്ല, ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഈശോയെ, എന്തിനീ പരീക്ഷണം? പത്രോസ്, നീ ഇപ്പോഴും ആ നാമം ഉച്ചരിക്കുകയാണോ? നിന്റെ ഗുരുവിന്റെ കണ്ണിൽ നീ വെറും ഒരു മുക്കുവനോ? പൗലോസ് നിന്നേക്കാൾ പണ്ഡിതനുമായതുകൊണ്ടാവാം നിന്റെ ഗുരു പൗലോസിനെ നിന്നേക്കാളും ഉയർത്തിയത്. പത്രോസ്, സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമാണ്. നിന്റെ ഗുരുവിൽ നിന്ന് നിനക്കൊരു പരിഗണനയും ലഭിച്ചിട്ടില്ല പത്രോസ്. നിന്റെ ഗുരു നിന്നെ ശരിക്കും സ്നേഹിച്ചിട്ടില്ല. നിന്നേക്കാൾ അധികം അവൻ യോഹന്നാനെയും പൗലോസിനെയുമാണ് സ്നേഹിച്ചത്. എനിക്കിത് താങ്ങാനാകുന്നില്ല. നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കില്ല.
പക്ഷേ പക്ഷേ അതെ പത്രോസ്, നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകും. എല്ലാം ഉപേക്ഷിച്ച് നിന്റെ ഗുരുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? നീ നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. നിന്റെ ഗുരു നിന്നോട് ചെയ്ത അവഗണന അപ്പോൾ നിനക്ക് മനസ്സിലാകും. ഓർക്കുന്നുണ്ടോ നീ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ആ ദിനം, ആ കടൽ തീരം? അതാ നോക്കൂ, ആ കടന്നു വരുന്നയാളെ നോക്കൂ, ആ കണ്ണുകളിലെ തീഷ്ണത. ദൈവത്തിന്റെ കുഞ്ഞാട്, നമ്മുടെ ഗുരു സ്നാപക യോഹന്നാൻ നമുക്ക് പറഞ്ഞു തന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അന്ത്രയോസ്, എന്നെ അനുഗമിക്കുക. മിശിഹായെ, എന്റെ മിശിഹായെ, എന്റെ മിശിഹായെ, ഞാൻ കാത്തിരുന്ന മിശിഹായെ ഞാൻ കണ്ടു. ഈ സൗഭാഗ്യം ലഭിച്ച ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഈ സദ്വാർത്ത എന്റെ സഹോദരനെ അറിയിക്കണം. പത്രോസ്, പത്രോസ്! ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വല വീശി പോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വല വീശി പോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വല വീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. വലകൾ മാറി മാറി അലകടലിൽ വീശി നോക്കി വെറുതെ തോണിയുമായി അവരുടറുമ്പോൾ ചെറുമീൻ പോലുമില്ലാതെ അവരലയുമ്പോൾ. വലകൾ മാറി മാറി അലകടലിൽ വീശി നോക്കി വെറുതെ തോണിയുമായി അവരുടറുമ്പോൾ ചെറുമീൻ പോലുമില്ലാതെ അവരലയുമ്പോൾ. വരുവിൻ വലയറിയും വലവലിക്കിൻ മനസ്സിന്റെ അമരത്തെ ഗുരുവരുളുന്നു. മാനവരെ നേടുന്നോരായിരിക്കുക ഇവിടെ മാനവർക്കു മോക്ഷദീപമാവുക നിങ്ങൾ.
ദൈവദൂതുകൾ. അലകൾ ചീറി വരും ആ കടലിൽ ശിഷ്യഗണം ഉലയും തോണി തുഴഞ്ഞിടറി നീങ്ങുമ്പോൾ തിരയിൽ തോണി ഉലഞ്ഞവരയുമ്പോൾ അലകൾ ചീറി വരും ആ കടലിൽ ശിഷ്യഗണം ഉലയും തോണി തുഴഞ്ഞിടറി നീങ്ങുമ്പോൾ തിരയിൽ തോണി ഉലഞ്ഞവരയുമ്പോൾ അരുതേ ഭയമരുതേ ഇരുളിൽ ഗുരുവരുളി ജലരാശി ഗുരുവിൻ്റെ നടപടിയായി വിശ്വാസം ഉടയാത്തോരായിരിക്കുക ഇനിയും പത്രോസേ ദൈവവാക്യം ഓർക്കുകയെന്നും. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വലവീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വലവീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. സഹോദര പത്രോസ്, നീ ഏറെ നിരാശനാണല്ലോ. രാപ്പകൽ മുഴുവൻ വലയെറിഞ്ഞിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ദൈവരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവരത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അവർ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ? കർത്താവേ, ഞാൻ പാപിയാണ്. എന്നിൽ നിന്ന് അകന്നു പോകണമേ. ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. നീ കേപ്പ അഥവാ പാറ എന്നറിയപ്പെടും. പത്രോസേ, എന്നെ നീ അനുഗമിക്കുക. യേശുവേ, ഇതാ ഞാൻ എന്നെ എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. വള്ളവും വലയും സമ്പത്തും എല്ലാം ഞാൻ നിന്നെ അനുഗമിക്കുന്നു. കണ്ടില്ലേ, എന്റെ ഗുരുവിന് എന്നോടുള്ള സ്നേഹം കണ്ടില്ലേ? അവൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ തെരഞ്ഞെടുത്തത്, കേപ്പ എന്ന് വിളിച്ചത്, ഈ സഭയുടെ തലവനായ എന്നെ അവരോധിച്ചത്. പത്രോസ്, അവൻ നിന്നെ തെരഞ്ഞെടുത്ത് വിളിച്ച് ശിഷ്യനാക്കിയിട്ട് എന്ത് കാര്യമുണ്ടായി? നിന്റെ ഗുരു ഗെത്സമനിൽ വേദനയിലൂടെ കടന്നുപോയപ്പോൾ 1 മണിക്കൂർ പോലും ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ പത്രോസ്. ഇല്ല,
എനിക്കെന്ന് കഴിഞ്ഞില്ല. ഞാനന്ന് വളരെ ക്ഷീണിതനായിരുന്നു. നിർത്ത്. നിന്റെ ഗുരു കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ നിന്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞതല്ലേ? പറഞ്ഞു. എന്റെ ഗുരുവിനെ ഞാൻ തള്ളിപ്പറഞ്ഞു. പത്രോസ്, നിന്നെ ഗുരു ശിഷ്യനായി വിളിച്ചെങ്കിലും ആ വിളി ജീവിക്കുന്നതിൽ നീ പരാജയപ്പെട്ടു പോയി. നിനക്ക് ആ വിളിയേക്കാൾ നിന്റെ ഇഷ്ടങ്ങളായിരുന്നില്ലേ പ്രാധാന്യം? വിളിക്കപ്പെട്ട ജീവിതം ജീവിക്കാൻ കഴിയാതെ പോയ വെറും ഒരു പരാജിതനാണ് നീ, അല്ലേ പത്രോസ്? അതെ, ഞാൻ പരാജിതനാണ്. അവന്റെ ശിഷ്യനാകാൻ യോഗ്യതയില്ലാത്തവനാണ്. അവനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനാണ്. പക്ഷേ അന്ന് ആ പെന്തക്കോസ്താ ദിനത്തിൽ സെഹിയോൻ മാളികയിൽ വെച്ച് അവന്റെ അമ്മയോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിനാവായി അവന്റെ ആത്മാവ് ഞങ്ങളിൽ വന്ന് നിറഞ്ഞു. അന്നു മുതൽ അഭിഷേകം ലഭിച്ച ഞാൻ ധീരതയോടെ എന്റെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി.